മലബാർ മേഖലയിലെ യാത്രക്കാരെ ആവേശഭരിതരാക്കിയ വാർത്തയായിരുന്നു മംഗലാപുരത്തു നിന്ന് രാമേശ്വരം വരെ നേരിട്ടുള്ള പുതിയ ട്രെയിൻ സർവീസ് പ്രഖ്യാപനം. സാധാരണയായി ദീർഘദൂര ട്രെയിനുകളുടെ കുറവ് അനുഭവപ്പെടുന്ന മലബാർ മേഖലയ്ക്ക് ഈ സർവീസ് വലിയ ആശ്വാസമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും തീർത്ഥാടകരും. പ്രത്യേകിച്ച് രാമേശ്വരം പോലുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാനാകുന്നത് ഏറെക്കാലമായി ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യമായിരുന്നു. 2024 മംഗലാപുരം രാമേശ്വരം ട്രെയിൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ പാമ്പൻ പാലത്തിലെ നവീകരണ സുരക്ഷാ പ്രവർത്തനങ്ങൾ പൂർത്തിയാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ സർവീസ് ആരംഭിക്കുന്നത് വൈകുകയായിരുന്നു. ഈ ട്രെയിനിന് തുടക്കത്തിൽ തന്നെ 22 കോച്ചുകൾ ഉൾപ്പെടുന്ന ഘടനയാണ് റെയിൽവേ നിശ്ചയിച്ചത്. ഇതിൽ 7 സെക്കൻഡ് ക്ലാസ് ചെയർകാർ, 6 AC ചെയർകാർ എന്നിവയും മറ്റ് ജനറൽ സ്ലീപ്പർ കോച്ചുകളും ഉൾപ്പെടുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ യാത്രക്കാരിൽ നിന്നും മധ്യവർഗ കുടുംബങ്ങളിലേക്കുമുള്ള എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് കോച്ച് വിന്യാസം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വിവരങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. മംഗലാപുരം വിട്ടാൽ കേരളത്തിൽ പാലക്കാട് മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാകൂ എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിച്ചത്. എന്നാൽ അത് പൂർണ്ണമായും തെറ്റിദ്ധാരണയായിരുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024 പുറത്തിറക്കിയ സർവീസ് ഓർഡറിലാണ് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, പാലക്കാട് എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിരുന്നത്. ഇവയിൽ പാലക്കാട്, പൊള്ളാച്ചി എന്നിവ ടെക്നിക്കൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഹാൾട്ടുകളായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സ്റ്റേഷനുകൾ പാസഞ്ചർ ഹാൾട്ടുകളായി അനുവദിച്ചിരുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങളിൽ ടെക്നിക്കൽ ഹാൾട്ടുകൾ മാത്രമാണ് കാണിച്ചിരുന്നത്. പാസഞ്ചർ ഹാൾട്ടുകൾ കാണാത്തതിനാലാണ് ആശയക്കുഴപ്പം രൂപപ്പെട്ടത്. ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. റെയിൽവേ വകുപ്പുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അന്തിമ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന സ്റ്റേഷനുകളിൽ നിർബന്ധമായും സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി സന്ദേശം അയച്ചിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിച്ചു. ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടുതൽ ചർച്ചകളും നടത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേകിച്ച് കാസർഗോഡ് ഉൾപ്പെടെ മലബാറിലെ പ്രധാന സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ ഉറപ്പാക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നിലവിൽ 2024 ഉത്തരവ് പ്രകാരം പൊള്ളാച്ചി, പളനി, ഓട്ടൻസാത്തിരം, ദിണ്ടിഗൽ, മധുര, മാനമധുരൈ, രാമനാഥപുരം എന്നിവ ഉൾപ്പെടെ ആകെ 12 സ്റ്റോപ്പുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്രയും ദൈർഘ്യമുള്ള റൂട്ടിൽ ഇത്ര കുറഞ്ഞ സ്റ്റോപ്പുകളോടെ സർവീസ് നടത്തുക പ്രായോഗികമാകില്ലെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഏർവാടി, മധുരൈ, പളനി, രാമേശ്വരം തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്ക് വലിയ അനുഗ്രഹമാകും. കൂടാതെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ പ്രോത്സാഹനം ലഭിക്കും. തമിഴ്നാട്ടിലെ ആത്മീയ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ എളുപ്പമാകുന്നതിനാൽ കുടുംബസമേതം തീർത്ഥാടനത്തിന് പോകുന്നവരുടെ എണ്ണം കൂടി വർദ്ധിക്കാനിടയുണ്ട്. മലബാറിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വ്യാപാരികൾ എന്നിവർക്കും ഈ ട്രെയിൻ വലിയ സഹായമാകും. നിലവിൽ നിരവധി പേർ പാലക്കാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ വഴി മാറി ചെല്ലേണ്ട അവസ്ഥയാണ്. പുതിയ സർവീസ് ആരംഭിച്ചാൽ യാത്രാസമയം കുറയുകയും ചിലവ് കുറയുകയും ചെയ്യും. ഇതോടെ മംഗലാപുരം മുതൽ ദക്ഷിണ തമിഴ്നാട് വരെ നേരിട്ടുള്ള റെയിൽ ബന്ധം കൂടുതൽ ശക്തമാകും. പാമ്പൻ പാലത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ ഈ സർവീസ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. റെയിൽവേയുടെ അന്തിമ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് മലബാറിലെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.